മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ. നിർദ്ദിഷ്ട ചക്കരക്കൽ ടൗൺ വികസന സർവേയുടെ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, ഭൂ ഉടമകൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ചേർന്ന് ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷത വഹിച്ചു. നിലവിൽ ടൗണിലെ റോഡുകൾ വികസിപ്പിക്കുമ്പോൾ വ്യാപാരികൾക്കുണ്ടാകുന്ന വലിയ നഷ്ടം സംബന്ധിച്ച വ്യാപാരി പ്രതിനിധികൾ അവരുടെ ആശങ്കകൾ അധികൃതരെ അറിയിച്ചു. വികസനം അനിവാര്യമാണെന്നിരിക്കെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെടുന്നവർക്ക് എന്ത് ബദൽ സംവിധാനമാണ് ഒരുക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ എങ്ങനെ പുനരധിവസിപ്പിക്കും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വികസനം അത്യാവശ്യമാണെങ്കിലും നഷ്ടങ്ങളുടെ ആഘാതം പറ്റാവുന്ന രീതിയിൽ കുറച്ചുകൊണ്ടുവരണമെന്നും വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഓരോ ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യാപാരികളെയും ബന്ധപ്പെട്ടവരെയും കൃത്യമായി അറിയിക്കുവാനും വ്യാപാരികൾക്കും സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും സുരക്ഷിതത്വമേകുന്ന മെച്ചപ്പെട്ട സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതേസമയം നഷ്ടങ്ങൾ എത്രയെന്ന് കൃത്യമായി കണക്കാക്കണമെങ്കിൽ സാമൂഹികാഘാത പഠനം നടത്തണം. അതിന് ആവശ്യമായ രീതിയിൽ കല്ലിടൽ പൂർത്തിയാക്കണമെന്നും വ്യാപാരികൾ ഇതുമായി സഹകരിക്കണമെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നമ്മുടെ ഈ എഫക്റ്റഡ് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ കിഫ്ബിയുടെ ഏജൻസികൾ വന്നോ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കിഫ്ബിയുടെ ഏജൻസികൾക്ക് ഒരു സാങ്കേതികത്വം വളരെയധികം നോക്കുന്ന ആൾക്കാരാണ്. അപ്പം അലൈൻമെന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാനുവലായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. അവർ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. അത് നമുക്ക് ആയിട്ട് മാറ്റാൻ പറ്റുന്നതല്ല. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തത്. തെറ്റായ ധാരണയാണ് കുറ്റിയടിച്ചുകൂടി കല്ലടിച്ചുകൂടി പണി കൊടുക്കുന്നത്. അങ്ങനെയല്ലത്. നിങ്ങൾ ചോദിച്ചൊരു ഉത്തരവാദിത്വം വേണം. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നോട്ടീസ് വന്നില്ല? അക്വിസിഷനല്ല ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇവർ മാർക്ക് ചെയ്യണം. ആദ്യം കുറ്റി അടിച്ചു കഴിഞ്ഞിട്ട് ആണ് നിങ്ങൾ 12 മീറ്ററാണോ 16 മീറ്ററാണോ എന്നൊക്കെ നിങ്ങൾക്കുള്ള കണക്ക് കിട്ടണമെങ്കിൽ ആദ്യം റവന്യൂക്കാർ വന്നിട്ട് ഒരു കുറ്റി അടിച്ചിട്ട് ഇന്ന വരെയുള്ള സ്ഥലം നിന്ന് ആദ്യം ഒരു രൂപരേഖ ഉണ്ടാകും. ആ രൂപ നേരത്തെ പ്രശ്നം നമ്മളെ ഒരു പബ്ലിക് നമ്മൾ ശ്രദ്ധിച്ചു ഞാൻ അറിയില്ല. അതിനുശേഷം നിങ്ങൾക്ക് അപ്പീലിന് സമയമുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് നഷ്ടം പറ്റുന്നത്? നിങ്ങൾക്കിപ്പോൾ നോട്ടീസ് ഒന്നും എവിടെ വരെ എടുക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം എന്താണെന്ന് ഈ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എവിടം വരെ 12 മീറ്ററാണോ 18 മീറ്ററാണോ അല്ലെങ്കിൽ കിണർ പോകുമോ സ്കൂളിൽ പോകുമൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം ഈ ഒരു രൂപരേഖ കിട്ടണം. ആ രൂപരേഖ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നാളെ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു രൂപരേഖ വേണം. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം സി സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ കല്ലാട്ട, വി കെ സുരേഷ് ബാബു, ചകരക്കൽ പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാർ, കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർമാരായ സുനിൽ കൊയിലേരി, സി സുജിത്, കിഫ്ബി ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ രാജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി കെ പി നസീർ, കെ പ്രദീപൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ, സി വി ശശീന്ദ്രൻ, എ കെ സുരേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.